ബ്രെയിൻ ജിംനാസ്റ്റിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാർഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രെയിൻ ജിംനാസ്റ്റിക്സ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിക്കാൻ ഉപയോഗിക്കുന്ന ചീട്ട് കളിക്കാൻ ഉപയോഗിക്കുന്ന കാർഡ്. നമുക്ക് ഒരു പാക്കറ്റിലെ കാർഡുകൾ മുഴുവൻ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് 4 കാർഡുകൾ. 1 2 3 4 ഇങ്ങനെ 4 കാർഡ് മാത്രം മതി നമുക്ക്. ഇപ്പോൾ പസിൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഓരോ കാർഡിലും ഇതിപ്പോൾ നമ്പർ 4 ഈ കാർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ വെറുതെ 4 എന്നുള്ളത് കമ്പെടുത്തുന്നുള്ളൂ. ഇതിലിപ്പം ഒരു കാർഡിൽ 2 നമ്പർ ഉണ്ട് അല്ലേ? 4 ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ 1 2 അപ്പോൾ ഇങ്ങനെ 2 നമ്പർ ഉണ്ട്. അപ്പോൾ 4 കാർഡിലും കൂടെ മൊത്തം 8 4കൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ചലഞ്ച് വളരെ സിമ്പിളാണ്. ഇതെങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പുതിയ സാധനങ്ങൾ വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈ 4 കാർഡുകൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ മുകളിലോട്ട് ഒരെണ്ണം വെക്കാം, ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. പക്ഷെ എല്ലാ കാർഡിൻ്റെയും കുറച്ചെങ്കിലും ഭാവം വിസിബിൾ ആയിരിക്കും. അതാണ് അങ്ങനെ. അല്ലാതെ ഇപ്പോൾ 2 കാർഡ് വെച്ച് ഒരു കാർഡിനെ പൂർണ്ണമായിട്ടും ഇങ്ങനെ മറയ്ക്കാൻ പാടില്ല. മനസ്സിലായോ? അതായത് ഈ 4 കാർഡുകളിൽ ഇപ്പം എല്ലാ കാർഡും നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കും, പറയുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ കാണണം. അപ്പം ഒരു കാർഡിനെ പൂർണ്ണമായിട്ടും നമ്മൾ വേറെ കാർഡ് വെച്ച് കവർ ചെയ്യാൻ പാടില്ല. ഇത്രയും മാത്രമേ ഓർക്കാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഈ കാർഡ് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 4 4കൾ മാത്രമേ കാണാൻ പാടുള്ളൂ. കണ്ടോ? ഇപ്പോൾ നമ്മളിപ്പം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 4 ഇപ്പോൾ 8 4കളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര 1 2 3 4 5 6 4കളെ കാണാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന നമ്മുടെ അറേഞ്ച്മെൻറ്റ് വെറും 4 4കൾ മാത്രം വരുന്ന രീതിയിൽ ഈ കാർഡുകൾ, ഈ 4 കാർഡുകൾ അറേഞ്ച് ചെയ്യും. ഇതാണ് പസിൽ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. അപ്പം വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാം. അതിന് ഇപ്പോൾ ഒരു കാർഡ് 4 ഇങ്ങനെ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കടലാസിൽ ഇങ്ങനെ 2 4കൾ എടുത്തൊരു കോർണറുകളായിട്ട് ഇങ്ങനെ വരച്ചിട്ട് 4 കടലാസ് ഇങ്ങനെ എടുത്ത് അത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് 4 നാളുകൾ മാത്രം കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്ന നോക്കുക. വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക. അല്ലാതെ നേരെ ഇനി ഉത്തരത്തിലേക്ക് പോകരുത്. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഉത്തരം പറയാൻ പോവുകയാണ്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ആ ഒരു നമ്മൾ ഈ പസിൽ സോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ത്രില്ല്, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒരു പുതിയ കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം ചിന്തിച്ചില്ലെങ്കിൽ ആ മാറ്റത്തിനുള്ള അവസരം നമുക്ക് നഷ്ടമാവുക ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരെ ഉത്തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടേണ്ട പല പ്രയോജനങ്ങളും കിട്ടാതെ വരികയാണ്. ഉത്തരം അറിയാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. എങ്ങനെയും ഉത്തരം കണ്ടെത്തുക എന്നുള്ളതല്ല ലക്ഷ്യം. ഉത്തരം എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനമുള്ള സംഗതിയല്ല. ഉത്തരത്തിന് വേണ്ടിയുള്ള നമ്മുടെ ശ്രമമാണ് നമ്മിൽ പുതിയ കഴിവുകളൊക്കെ ഉണ്ടാക്കുക. നമ്മുടെ തലച്ചോറിൽ ഈ ന്യൂറൽ പാത്വേസ് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാം കാരണമാകുന്നത് ഉത്തരത്തിന് വേണ്ടി നാം ശ്രമിക്കുമ്പോഴാണ്. അതായത് ഒരു പുതിയ ഉത്തരം കണ്ടെത്തുന്നതുകൊണ്ടല്ല. കാരണം ഉത്തരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്ക് നമ്മൾ പല രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ഇതുവരെ ചിന്തിക്കാത്തതിനെ പറ്റി ചിന്തിക്കേണ്ടി വരും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഉത്തരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. ഉത്തരം കിട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക മാക്സിമം. ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അല്ലാതെ പറ്റുമോ, അപ്പോൾ എങ്ങനെ എനിക്ക് പറ്റും എന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. ഇനി എന്തായാലും ഞാൻ അതിൻ്റെ ഉത്തരം പറയാൻ പോവുകയാണ്. ഇത് അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് ഒരു കാർഡ് ഇവിടെ വെക്കുന്നു. അപ്പോൾ അതിന് 2 4 ഉണ്ട്. അപ്പോൾ ആ 2 4ൽ ഒരു 4നെ നമ്മൾ രണ്ടാമത്തെ കാർഡ് കൊണ്ട് കവർ ചെയ്യാൻ പോകണം. പക്ഷെ കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് അതായത് ഈ കാർഡിൻ്റെ മുഴുവൻ ഭാഗവും നമ്മൾ കവർ ചെയ്യുന്നില്ല.
ഈ 4 ആ ഒരു പകുതി മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പം രണ്ടാമത്തെ കാർഡിൻ്റെ പകുതി ഭാഗം ഇങ്ങനെ വേറെ കാർഡിലൊന്നും സ്പർശിക്കാതെ നിൽക്കുകയാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ കാർഡ് നമ്മൾ അപ്പം ഈ കാർഡിൻ്റെ 2 4 അല്ലേ? അതുകൊണ്ട് അതിൽ ഒരു കാർഡിൻ്റെ ഒരു 4 ഈ കാർഡിൻ്റെ ഒരു 4 മാത്രം നമ്മൾ നമ്മുടെ ഇതിലുള്ള പുതിയ കാർഡ് വെച്ചിട്ട് കവർ ചെയ്തു. ഇപ്പം നോക്കിയോ, ഇപ്പം ഈ കാർഡിൻ്റെ 2 4 ഒരെണ്ണത്തിനെ നമ്മൾ കവർ ചെയ്തു, ഇതിൻ്റെ 2 4 ഒരെണ്ണത്തിനെ കവർ ചെയ്തു, ഇതിൻ്റെ ഇപ്പോൾ 2 4 അതിനെ ഒരെണ്ണത്തെ നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി നമ്മളിതാ ഈ 4ാമത്തെ കാർഡ് എടുക്കുന്നു, അത് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്നു. പക്ഷേ അപ്പം ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 കവറാകും. ശരിയാണ്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ 4 കവറാകും. എന്നാൽ നമ്മൾ രണ്ടാമത് വെച്ച അല്ലെങ്കിൽ അവസാനം വെച്ച ഈ കാർഡിൽ 2 4 അപ്പം ഈ 4 അത് കവറാക്കത്തില്ല. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് 5 4 നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ കാർഡിനെ കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പസിലിൻ്റെ ഉത്തരവായി. അപ്പം അതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഈ കാർഡിൻ്റെ ഈ 4 കവർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യത്തെ കാർഡ് ഉണ്ടല്ലോ, ആദ്യത്തെ കാർഡ് എവിടെ ഇല്ലേ, അപ്പോൾ ആ കാർഡിൻ്റെ അടിയിലേക്ക്, അതായത് ഈ കാർഡിൻ്റെ അടിയിലേക്ക് ഈ 4 കയറ്റി വെക്കും. നമ്മൾ ഇതെങ്ങനെ ഈ കാർഡ് ഇങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് കയറ്റി വെക്കും. അപ്പം ഇതാ ഒന്നും കൂടെ വെച്ച് കാണിച്ചു തരാം. അപ്പം ഇതുവരെയുള്ളതിൽ സാറിന് ഇതിൽ സംശയമൊന്നും ഉണ്ടായി കാണത്തില്ല. ഇനി ഇത് വെക്കുന്നത് എങ്ങനെയെന്നുള്ളതിലായിരിക്കും സംശയം വരുന്നത്. അപ്പം ഈ ഒരു കാർഡിൻ്റെ ഈ ഭാഗം ഈ കാർഡിൻ്റെ മുകളിൽ വരണം. ഈ 4 എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം ഈ കാർഡിൻ്റെ താഴെ പോകണം. മനസ്സിലായോ? അപ്പം ഈ ഒരു കാർഡ് ഈ 2 കാർഡുകൾക്കിടയ്ക്ക്, അതായത് ഒന്നാമത്തതും മൂന്നാമത്തതുമായിട്ടുള്ള കാർഡുകൾക്കിടയ്ക്കോട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഞാനത് വെക്കാം. ഇത് അല്പം നമ്മൾ പൊക്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റി. അപ്പോൾ ഇവിടുത്തെ 4 കവേർഡായി. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പോലെ 1 2 3 4 4 4 കാണാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു കാർഡും പൂർണ്ണമായും നമ്മൾ കവർ ചെയ്തിട്ടില്ല, എല്ലാ കാർഡുകളും വിസിബിളുമാണ്. അപ്പം ഈ പസിലിൻ്റെ ഉത്തരം ഇതായിരുന്നു. നിങ്ങൾക്ക് പുതിയൊരു പസിലുമായി നിങ്ങളുടെ തലച്ചോറിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന പുതിയൊരു ചലഞ്ചുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.